പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു യേശുവിൽ നമുക്ക് അനേക റിസോഴ്സസ്, ഞാൻ പറയും അസ്റ്റോണിങ് റിസോഴ്സസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി ഒന്ന് തുറക്കണം. അതായത് നമ്മുടെ ഹാർട്ട്സ് ഒന്ന് എൻലൈറ്റൻഡ് ആകണം. എങ്കിൽ മാത്രമേ അവയെ നമുക്ക് പ്രാപിക്കാൻ പറ്റൂ. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. കാരണം സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവ്. അങ്ങനെ നാം അദൃശ്യമായിട്ടുള്ളവയെ കാണുവാൻ നമുക്ക് കഴിയുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ഇമ്പോസിബിളായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇൻവിസിബിളായിട്ടുള്ളത് കാണുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ഇമ്പോസിബിളായിട്ടുള്ളത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എഫേസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17, 18, 19 എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 17, 18 and 19. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടി ഇത് നാം ധ്യാനിക്കുവാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇൻവിസിബിളായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് കാണുവാൻ പറ്റുന്നുണ്ടോ? വളരെ സുപരിചിതമായ ഒരു വേദഭാഗം പഴയ നിയമത്തിലേത്. അതിനകത്തെ ഒരു വാക്യം ഞാൻ പറയട്ടെ. 2 രാജാക്കന്മാർ 6:17, 2 കിങ്സ് ചാപ്റ്റർ 6 വേഴ്സ് 17. പിന്നെ ഏലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. ഏലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുഞ്ഞെ നീ ഡിസ്കറേജ്ഡ് ആയിട്ടിരിക്കുവാണെങ്കിൽ, നിൻ്റെ ജീവിതം വളരെ നിരാശജനകമായി സ്ലഗിഷായിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിരാശപ്പെട്ടു പോകണ്ട കേട്ടോ. നീ ദൈവത്തോടുകൂടിയുള്ള നിൻ്റെ നടപ്പ് സന്തോഷത്തോടുകൂടി ആയിരിക്കും. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം നിന്നെ റിഫ്രഷ് ചെയ്യും. ഓടുവാൻ തക്കവണ്ണമുള്ള ശക്തി തിരുവചനം നമുക്ക് തരും. പൗലോസിൻ്റെ കാലത്ത് ജീവിതങ്ങൾക്ക് പുതിയ നിയമം കയ്യിലില്ലായിരുന്നു. അവരെല്ലാം ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടിലും വെളിപ്പാടിലുമാണ് ആശ്രയം വെച്ചിരുന്നത്. എഫേസ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ എല്ലാ അനുയായികൾക്കും ആത്മാവിനെക്കുറിച്ചുള്ള വെളിപ്പാട് തനിക്ക് കിട്ടിയത് താൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അവൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, അവരുടെയൊക്കെ കണ്ണുകളൊന്ന് തുറക്കണമെന്നാണ്. എന്തിനാ? ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ പ്രാപിക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരെങ്കിലും നമുക്ക് വേണ്ടി തന്നെയെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ? ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ദൈവമേ നീ ഞങ്ങൾക്ക് തരണമെന്ന്. കൊലോസ് ലേഖനം 1-ാം അധ്യായം 9 മുതൽ 12 വരെ ഇങ്ങനല്ലേ പറയുന്നത്? അതുകൊണ്ട് ഞങ്ങളത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കണം എന്ന് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ അവിടെ കൊണ്ട് നിർത്തുക.
അതായത് ഇതും പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു പ്രാർത്ഥനയാണ്. എന്നാൽ ദൈവമക്കളെ, ഇന്ന് പുതിയ നിയമം നമുക്കെല്ലാം വെരി ഫ്രീലി ആൻഡ് വെരി റെഡിലി നമുക്ക് അവൈലബിളാണ് അല്ലേ? പക്ഷെങ്കിൽ ഇപ്പോഴും ഞാൻ പറയട്ടെ, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കാൻ കഴിയത്തുള്ളൂ, ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടത്തുള്ളൂ. എങ്കിൽ മാത്രമേ വാസ്തവമായി ഈ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന മർമ്മങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എന്നാ പറ്റുമെന്നറിയാവോ? എലീശായുടെ ബാല്യക്കാരനെ പോലെ നമുക്ക് ചിലതൊന്നും കാണാൻ പറ്റാതെ അയ്യോ യജമാനനെ എന്ന് പറഞ്ഞ് പേടിക്കേണ്ടി വരും. എന്നാൽ കണ്ണ് തുറന്നാലുണ്ടല്ലോ സ്വർഗീയ ശക്തികൾ നമുക്ക് കാണാൻ പറ്റും. അതിന് നമുക്കൊരു സ്പിരിച്വൽ ഇൻസൈറ്റ് അവയൊക്കെ കാണേണ്ടതിന് വേണം. വി നീഡ് ടു സീ ദ ഇമ്പോസിബിൾ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഒട്ടും സർപ്രൈസ്ഡ് ആകരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില വിഷയങ്ങളിലുള്ള വെളിപ്പാട് തരുമ്പോൾ വചനത്തെ അതുപോലെ വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയണം. തന്നെയുമല്ല, നമ്മിൽ ക്രിസ്തുവേശുവിൽ നമുക്ക് വേണ്ടി പിതാവാം ദൈവം ചെയ്തത് മനസ്സിലാക്കിയെടുക്കാൻ നമ്മുടെ കണ്ണുകളെ പ്രകാശിക്കപ്പെട്ട് കിട്ടിയാൽ എന്തുകൊണ്ടെന്നറിയാമോ? നമ്മുടെ ഹൃദയവും സന്തോഷിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ കർത്താവേ ഞങ്ങളെയൊക്കെ നിറയ്ക്കണമേ. ഞങ്ങൾ വചനം വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ഇന്ന് അനേകർക്ക് സ്പിരിച്വൽ കാറ്ററാക്ട്സ് പിടിച്ചിരിക്കുക. അതുകൊണ്ട് എന്ത് പറ്റുമെന്നറിയാമോ? പലതും കാണുന്നത് വളരെ ഡള്ളായിട്ടാണ്. തിരുവചനത്തിനകത്തെ മർമ്മങ്ങളെ കാണുന്നത് ഡൾ ആൻഡ് ഗ്രേ ആയിട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? സ്പിരിച്വൽ കാറ്ററാക്ട്. എന്ത് ചെയ്യണം? കർത്താവേ, എനിക്കൊരു കാറ്ററാക്ട് സർജറി ചെയ്തേ. അതായത് ഞാൻ തിരുവചനം വായിക്കുമ്പോൾ അതിനകത്തെ മർമ്മങ്ങൾ എനിക്കൊന്ന് മനസ്സിലാക്കി കിട്ടാൻ, തിളങ്ങി വിളങ്ങി ബ്രില്യൻ്റായിട്ട് സ്റ്റണ്ണിങ് കളേഴ്സിൽ ഷൈൻ ചെയ്ത് ഒന്ന് കാണുവാൻ തക്കണം ഇടയാക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവമക്കളെ തീർച്ചയായും ദൈവം അത് സാധിപ്പിച്ചു തരും. ദ ഇൻവിസിബിൾ ക്യാൻ ബി വിസിബിൾ ആൻഡ് ദ ഇമ്പോസിബിൾ ക്യാൻ ബി പോസിബിൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ. തിരുവചനത്തിൽ കൂടിയും ആത്മാവിൽ കൂടിയുമാണ്. വചനത്തിനകത്ത് സത്യമുണ്ട്. വചനം സത്യമാണ്. പ്രൈസ് ഗോഡ്. യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. അതുകൊണ്ട് എപ്പോഴും തിരുവചനം വായിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, തിരുവചന സത്യങ്ങളെല്ലാം എനിക്കൊന്ന് ഗ്രഹിപ്പിച്ചു തരണമേ. പ്രിയപ്പെട്ടവരെ, എഫേസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂടി ക്രിസ്തുവിൽ ആശ വച്ചിരുന്നവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയാകേണ്ടതിന് തന്നെ. പ്രൈസ് ഗോഡ്. അതൊരു നിത്യമായ അവകാശമാണ്, ഒരു ഇറ്റേണൽ ഒരു ഇൻഹെറിറ്റൻസാണ് അത്. പ്രൈസ് ഗോഡ്. യേശു കർത്താവാണല്ലോ തിരുവചനത്തിൻ്റെ സെൻട്രൽ മെസ്സേജ്. ദൈവത്തിൻ്റെ പുത്രൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, നമ്മെ നീതീകരിക്കപ്പെടുത്തേണ്ടതിന് വേണ്ടി താൻ ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് നമുക്കൊരു ഇൻഹെറിറ്റൻസ്, ഒരു അവകാശം ഗ്യാരണ്ടി ചെയ്തിരിക്കുക. ആർക്കാണെന്നറിയാമോ? അവനിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. അപ്പോൾ ആ അവകാശം നമ്മുടെ റൈറ്റാണ്. പ്രൈസ് ഗോഡ്. ഇൻഹെറിറ്റൻസ്, അതായത് ഒരു സ്ഥലത്തിൻ്റെ മേൽ ഒരു ഹെറിറ്റേജ് ഉള്ളതുപോലെ ഓരോ ഭാഗവും ഓരോ ട്രൈബ്സിന് ഇസ്രയേലിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. എപ്പോഴാണ്? അവർ വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചപ്പോൾ. അതുകൊണ്ട് മനസ്സിലാക്കണം, നമുക്കും ഒരു ഇൻഹെറിറ്റൻസ് ദൈവം ഒരുക്കിയിട്ടുണ്ട്. നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചത് ഒരു പേർപ്പസിന് വേണ്ടിയാണ്. ആ പേർപ്പസ് നമുക്കെല്ലാം അറിയാം എന്തിനു വേണ്ടിയാണ്. റോമലേഖനം 8:28
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അത് നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവമക്കളെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്കാണ്. അത് അവൻ്റെ പേർപ്പസിന് അനുസരിച്ചാണ് അവൻ നമ്മളിൽ കൊണ്ടുവരുന്നത്. ആ പേർപ്പസ് നല്ല പേർപ്പസ് ആയിരിക്കും, അത് നന്മയ്ക്കായിരിക്കും. പ്രൈസ് ഗോഡ്. ആദ്യം അങ്ങനെയെന്ന് തോന്നിയില്ലെങ്കിൽ പോലും ഇൻ ദ ലോങ് റൺ ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഉപദേശം സ്വീകരിച്ച് അവൻ്റെ ഇഷ്ടം മനസ്സിലാക്കി നമ്മുടെ മുഴുവൻ പ്രത്യാശയും അവനിൽ സമർപ്പിച്ച് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കാം. തീർച്ചയായും ഒരിക്കലും നമ്മെ കൈവിടാതെ കർത്താവ് നമ്മെ ശക്തമായി തൻ്റെ ഹിതത്തിന് വേണ്ടി ഉപയോഗിക്കട്ടെ. Knowing that God has a purpose for my life makes it easier to keep going even if I don't know what that purpose is. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ആ പർപ്പസിന് വേണ്ടി ഒരുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ദൈവീയ പരിജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വെളിപ്പാടുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പെർഫെക്റ്റായിട്ടുള്ള ദൈവത്തിൻ്റെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ തക്കവണ്ണം ഞങ്ങൾ വിശ്വാസത്തോടെ നിന്നോട് ചേർന്നിരിപ്പാൻ, തിരുവചനത്തോട് ചേർന്നിരിപ്പാൻ, ആത്മാവിൻ്റെ സഹായം ചോദിച്ചു വാങ്ങിച്ച് ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് നയിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.